എല്ലാ ദിവസവും ഒരേ രീതിയിലുള്ള പലഹാരങ്ങൾ കഴിച്ചു മടുത്തവർക്ക് പരീക്ഷിക്കാൻ പറ്റിയ നല്ലൊരു പലഹാരമാണ് ചെട്ടിനാട് സ്പെഷ്യൽ വെള്ളപ്പണിയാരവും കാരച്ചമ്മന്തിയും. ഇത് രണ്ടും കൂടി നല്ലൊരു കോമ്പിനേഷനാണ്. നല്ല എരിവുള്ള ചട്നിയും ഈ പണിയാരം കൂടി ചേരുമ്പോൾ നല്ല ടേസ്റ്റാണ്. ഒരു കപ്പ് പച്ചരി ഇങ്ങനെ കപ്പിൽ നികക്കെ എടുക്കണം. അതിനുശേഷം അതിന് മുകളിലേക്ക് ഇങ്ങനെ ഉഴുന്ന് ചേർത്ത് കൊടുക്കണം. ഏകദേശം ഒരു 2-2.5 ടേബിൾ സ്പൂൺ ഉഴുന്നാണ് ഞാൻ ചേർത്തത്. രണ്ടും കൂടി നന്നായിട്ട് കഴുകണം. അതിനുശേഷം കുറഞ്ഞതൊരു 3 മണിക്കൂർ രണ്ടും കൂടി ഒന്ന് കുതിർത്ത് വയ്ക്കാം. ഇപ്പം നന്നായിട്ട് കുതിർന്ന് വന്നു. ഇനി മിക്സിയുടെ ജാറിലേക്ക് ഇട്ടിട്ട് ഒരു ഇഡ്ഡലി മാവിൻ്റെയൊക്കെ പരുവത്തിൽ അരച്ചെടുക്കാം. വെള്ളം ആവശ്യത്തിന് ഒഴിച്ചു കൊടുക്കാം. കുറേശ്ശെ ഒഴിച്ചു കൊടുത്ത് അരച്ചെടുത്താൽ മതി. ഒരുപാട് അങ്ങ് ലൂസ് ആവരുത് നമ്മുടെ മാവ്. ഈ ഒരു പരുവത്തിൽ വേണം അരച്ചെടുക്കാൻ. നന്നായിട്ട് തന്നെ അരച്ചെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഒരു പാത്രത്തിലേക്ക് മാറ്റാം. ഇനി ഇതിലേക്ക് ചേർത്ത് കൊടുക്കേണ്ടത് 1/2 ടീസ്പൂൺ ഉപ്പും 1 ടീസ്പൂൺ പഞ്ചസാരയും കൂടിയാണ്. പഞ്ചസാര വേണമെന്നുണ്ടെങ്കിൽ ഒഴിവാക്കാം. പക്ഷേ ആ പഞ്ചസാരയും കൂടെ ചേരുമ്പോൾ നല്ലൊരു രുചിയാണ്. മധുരമല്ല വരുന്നത്, എങ്കിലും ഇതിൻ്റെ രുചി ഒന്നുകൂടി ഒന്ന് കൂട്ടും ഇങ്ങനെ പഞ്ചസാര ചേർക്കുമ്പോൾ. എല്ലാം കൂടി നന്നായിട്ടൊന്ന് യോജിപ്പിക്കാം. ഇനിയും അടച്ചു വെച്ചിട്ട് കുറഞ്ഞത് 1 മണിക്കൂർ ഒന്ന് വെക്കണം. ഞാൻ 2 മണിക്കൂർ ഒന്ന് വെച്ചിട്ടാണ് പണിയാരം ഉണ്ടാക്കിയത്. മാവ് അരച്ച ഉടനെ തന്നെ വറുത്തെടുക്കാറുണ്ട് ചിലർ. പക്ഷേ അങ്ങനെ ചെയ്യുന്നതിലും നല്ലത് ഇങ്ങനെ കുറച്ച് നേരം വെക്കുമ്പോഴാണ് ഒന്നുകൂടി നല്ല സോഫ്റ്റ് ആയിട്ട് നമുക്ക് കിട്ടുക. ഇനി അടുത്തതായിട്ട് നമുക്കൊരു ചീനച്ചട്ടി ചൂടാക്കാം. അതിലേക്ക് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. വെളിച്ചെണ്ണയോ അതുപോലെ റിഫൈൻഡ് ഓയിലോ ഇഷ്ടമുള്ള ഓയിൽ ഉപയോഗിക്കാം. ഞാനിപ്പോൾ വെളിച്ചെണ്ണയിലാണ് ഇത് വറുത്തെടുത്തത്. എന്നിട്ട് നമ്മുടെ മാവ് ഒഴിച്ചു കൊടുക്കാം. മാവ് ഒരുപാട് കട്ടിയായിട്ട് തോന്നുകയാണെങ്കിൽ അല്പം വെള്ളം ഒഴിച്ചു കൊടുക്കാവുന്നതാണ്. എണ്ണ നന്നായിട്ട് ചൂടായിട്ട് തീ നന്നായിട്ട് കുറച്ചിട്ട് മാത്രമേ ഇങ്ങനെ മാവ് കോരി ഒഴിച്ചു കൊടുക്കാവൂ. പെട്ടെന്ന് തന്നെ ഇതിങ്ങനെ നന്നായിട്ട് പൊങ്ങി വരും. അതിനുശേഷം തിരിച്ചും മറിച്ചു വിടണം. എപ്പോഴും ലോ ഫ്ലെയിം ആയിരിക്കണം. കാരണം ബ്രൗൺ നിറത്തിലേക്ക് പോകരുത്. പേര് തന്നെ വെള്ളപ്പണിയാരം എന്നാണല്ലോ, അതുകൊണ്ട് ഈ ഒരു നിറത്തിൽ തന്നെ ഇരിക്കണം. നമുക്കിങ്ങനെ കോരി മാറ്റാം. ഇനി അടുത്തതായിട്ട് കാരച്ചമ്മന്തിയാണ്. കാരച്ചമ്മന്തി തയ്യാറാക്കുന്നത് നല്ലെണ്ണയിലാണ്. 1.5 ടേബിൾ സ്പൂൺ നല്ലെണ്ണ ചൂടാക്കാം. അതിലേക്ക് ഒരു 20 അല്ലി വെളുത്തുള്ളി, ഒരു ചെറിയ കഷ്ണം ഇഞ്ചിയും ചേർത്ത് കൊടുക്കാം. 1 ഇഞ്ച് കഷ്ണം ഇഞ്ചി 2 പീസാക്കിയാണ് ഞാൻ ചേർത്തത്. അതപ്പം നന്നായിട്ടൊന്ന് മൂത്തതിന് ശേഷം ഇതിലേക്ക് ഞാനൊരു 10 പിരിയൻ മുളകാണ് ചേർത്തത്. ഒരുപാട് എരിവ് വേണമെന്നുണ്ടെങ്കിൽ എരിവുള്ള മുളക് ചേർക്കാം. ഞാനിപ്പോൾ പിരിയൻ മുളകാണ് ചേർത്തത്. ഇങ്ങനെ ചെറിയ കഷ്ണങ്ങളാക്കി ചേർത്ത് മുളക് നന്നായിട്ട് മൂത്ത് കഴിയുമ്പോൾ ഇതിലേക്ക് 2 സവാള, മീഡിയം സൈസ് സവാള കനം കുറച്ച് നീളത്തിൽ അരിഞ്ഞത് ചേർത്ത് കൊടുക്കാം. അതും ചേർത്ത് നന്നായിട്ടൊന്ന് വഴറ്റാം. സവാള ബ്രൗൺ നിറത്തിലേക്കൊന്നും ആവണ്ട, വാടി തുടങ്ങിയാൽ മാത്രം മതി. ഇനി ഇതിലേക്ക് ഒരു തണ്ട് കറിവേപ്പില ചേർത്ത് കൊടുക്കാം. തീ ഒരുപാട് അങ്ങ് കൂട്ടി വെക്കരുത്. ഒരുപാട് അങ്ങ് കൂട്ടി വെച്ച് കഴിഞ്ഞാൽ കരിഞ്ഞും പോകും, രുചിയും അങ്ങ് മാറിപ്പോവും. അപ്പോൾ സവാള ദേ ഈ ഒരു പരുവത്തിലെത്തി. ഇനി ഇതിലേക്ക് 3 മീഡിയം സൈസ് തക്കാളി ചേർത്ത് കൊടുക്കാം. തക്കാളി ഇനി നന്നായിട്ട് ഇതിലേക്ക് ഒന്ന് വെന്ത് ഉടഞ്ഞു ചേരണം. തക്കാളി ചേർത്തതിന് ശേഷം നമുക്ക് തീ കൂട്ടി വെക്കാവുന്നതാണ്. അപ്പോൾ പെട്ടെന്ന് തന്നെ ആയി കിട്ടും. ഇതിലേക്ക് ആവശ്യത്തിന് ഉപ്പ് ചേർത്ത് കൊടുക്കാം. നമ്മുടെ ചട്നിക്ക് നല്ലൊരു നിറം കിട്ടുന്നതിന് വേണ്ടി 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും ചേർക്കാം. വീണ്ടും നന്നായിട്ട് വഴറ്റിയെടുക്കാം. വേണമെന്നുണ്ടെങ്കിൽ ഒന്ന് അടച്ചു വെച്ച് 5 മിനിറ്റ് ഒന്ന് വേവിക്കാവുന്നതാണ്. അപ്പോൾ തക്കാളി പെട്ടെന്ന് തന്നെ ആയി കിട്ടും. തക്കാളി നന്നായിട്ട് ഉടഞ്ഞ് ഈ ഒരു പരുവത്തിലെത്തുമ്പോൾ നമുക്കിതിലേക്ക് ഒരു പിടി മല്ലിയില കൂടി ചേർത്ത് കൊടുക്കാം. മല്ലിയിലയും നന്നായിട്ടൊന്ന് ചൂടാവണം. നന്നായിട്ട് ഇളക്കി യോജിപ്പിച്ച് ചൂടായതിന് ശേഷം തീ അങ്ങ് ഓഫ് ചെയ്യാം. ഇനി ഇത് ചൂടാറാൻ വേണ്ടിയിട്ട് മാറ്റി വെക്കാം. നന്നായിട്ട് ചൂടാറി കഴിയുമ്പോൾ മിക്സിയുടെ ജാറിലിട്ട് അരച്ചെടുക്കാം. ഞാൻ ഇപ്പോഴേ ഇതിലേക്ക് വെള്ളം ചേർത്തിട്ടില്ല. വെള്ളം ചേർക്കണം എന്നുണ്ടെങ്കിൽ നമുക്ക് ആവശ്യത്തിന് വെള്ളം ഒഴിച്ചു കൊടുത്തിട്ട് അരച്ചെടുക്കാം. ഇനി അടുത്തതായിട്ട് താളിക്കാം. അതിലേക്ക് വീണ്ടും 1 ടേബിൾ സ്പൂൺ നല്ലെണ്ണ ചൂടാക്കി 1 ടീസ്പൂൺ കടുകും 1/2 ടീസ്പൂൺ ഉഴുന്നുപരിപ്പും ചേർത്ത് കൊടുക്കാം. ഉഴുന്നുപരിപ്പ് മൂത്ത് കടുകൊന്ന് പൊട്ടി തുടങ്ങുമ്പം വറ്റൽമുളകും കറിവേപ്പിലയും ചേർക്കാം. അതും നന്നായിട്ടൊന്ന് മൂപ്പിക്കാം. എല്ലാം നന്നായിട്ട് മൂത്തതിന് ശേഷം നമ്മൾ അരച്ച് വെച്ചിരിക്കുന്ന ചട്നി ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാം. ഇനി കുറച്ച് വെള്ളം, എത്രയും നമ്മുടെ ചട്നിക്ക് കട്ടി വേണോ അത്രയും വെള്ളം മിക്സിയുടെ ജാറ് കഴുകി അതും ഒഴിച്ചു കൊടുക്കാം. ഇനി ഇതെല്ലാം കൂടി കിടന്ന് നന്നായിട്ടൊന്ന് തിളയ്ക്കണം. ഉപ്പ് നോക്കിയിട്ട് വേണമെന്നുണ്ടെങ്കിൽ അല്പം കൂടി ഉപ്പ് ചേർത്ത് കൊടുക്കാം. ഇത്ര മാത്രമേ ഉള്ളൂ. നല്ല ടേസ്റ്റി ആയിട്ടുള്ള കാര ചട്നിയും തയ്യാറായി.